ഗൈസ് അപ്പം നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിന് ശേഷം കസ്റ്റാർഡ് പൗഡർ 2 ടീസ്പൂണ് എടുത്തിട്ട് ഞാൻ ഈ പച്ച പാക്കറ്റ് പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് കട്ട കൂടാണ്ട് ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ മിക്സ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് നമുക്ക് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡും അതുപോലെ ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് നിരത്തി വെച്ച് അത് ആ ചൂടോടുകൂടി തന്നെ കസ്റ്റാർഡ് മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 2 സ്റ്റെപ്പ് ചെയ്യുക. എന്നിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക, പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് തയ്യാറാക്കുക. എന്നിട്ട് അതിൻ്റെ മേലേട്ട് കസ്റ്റാർഡിൻ്റെ മേലേട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റും നട്ട്സും ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കുക. എന്നിട്ട് കഴിച്ച് നോക്കുമ്പോൾ ഗൈസ് അടിപൊളിയാണ്.